ഹായ് നമസ്കാരം പ്രിയരെ, ഏവർക്കും സ്വാഗതം ശശികലാസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. ശശികലാസ് വ്ലോഗ്സ് നിങ്ങൾക്കിപ്പോൾ പരിചയമാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം നമ്മളുടെ സർക്കാർ ഓഫീസുകളെക്കുറിച്ച്. അവിടെ ജോലിക്കിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ ചിലരുടെ മനോഭാവം നമുക്കൊട്ടും സുഖകരമല്ല. അതായത് ഏത് സംവിധാനത്തിലാണേലും അതിൻ്റെ എല്ലാം പരമപ്രധാന കണ്ണി ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളില്ലെങ്കിൽ ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാവില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് ജനങ്ങളിലൂടെയാണ്, സർക്കാർ ഓഫീസുകളുടെ നിലനിൽപ്പ് ജനങ്ങളിലൂടെയാണ്. കാരണം നമ്മൾ നൽകുന്ന നികുതി പണമാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും കൊടുക്കുന്ന മാസം കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഫീസുകളിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജോലി നേടി ഒരു കസേര അങ്ങ് കിട്ടിക്കഴിയുമ്പോഴേക്കും ആ കസേരയിൽ ഇരിക്കുന്നവരെ ഏതെങ്കിലും ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടൊന്ന് വിളിച്ചാലോ, എൻ്റെ പൊന്നെ പറയേണ്ടതില്ല. നമ്മളൊരു ഓഫീസ് കാര്യവുമായി ബന്ധപ്പെട്ട്, ഉദാഹരണം പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ബാങ്ക്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ഒരുപാട് പേര് RD എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പെൻഷൻ തുക പോസ്റ്റ് ഓഫീസിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ പെൻഷൻ തുക പോസ്റ്റ് ഓഫീസിൽ വരുന്നത് തന്നെ അത് പിന്നെ മാറിയിട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്. ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് പോസ്റ്റ് ഓഫീസിലൂടെ ഉള്ള ആ ഒരു പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് അത് പെൻഷൻ ആ ഒരു മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു അക്കൗണ്ടിലേക്കൊക്കെ ചെന്ന് അതിന് ശേഷം പിന്നെ ആൾ മരണപ്പെട്ട് കഴിയുമ്പോഴേക്കും ആ തുക അവർക്ക് കൈക്കലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഓഫീസിലിരിക്കുന്നവരുടെ സഹായം കൂടിയേ പറ്റൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണാനന്തര പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലുള്ള ഉദ്യോഗസ്ഥയായ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചൊരു കാര്യം അറിയണമെന്ന രീതിയിൽ നമ്മളൊന്ന് അങ്ങോട്ട് വിളിച്ചാലോ, അവർ ബിസി ആയിരിക്കും. ഒന്നെങ്കിൽ അവർ നമ്മുടെ കോള് കട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ കോൾ എടുക്കില്ല. ഇങ്ങനെയാണ് ഏത് സർക്കാർ ഓഫീസുകളിലും ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടേതായ മനോഭാവം ജനങ്ങളോട്. ജനങ്ങളല്ലേ നിങ്ങൾക്ക് ഇരിക്കാൻ ഇരിപ്പിടം ഉണ്ടാക്കി തരുന്നത്, നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നല്ലേ. അപ്പോൾ നിങ്ങളറിയുക, ഉദ്യോഗസ്ഥരായ ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും ഏത് സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരാണെങ്കിലും നിങ്ങളറിയുക, സേവനമെന്നതേ ആരുടെയോ ഔദാര്യമല്ല, ജനങ്ങളുടെ അവകാശമാണ്. ഈ ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ ജനങ്ങളുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓരോ ഉദ്യോഗസ്ഥരുമുള്ളൂ. അതുകൊണ്ട് ജനങ്ങൾ ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു ഓഫീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുമ്പോഴും നിങ്ങൾ ഫോൺ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കറസ്പോണ്ടൻസ് ആയിട്ട് കോഴ്സ് പഠിക്കും. ആ കോഴ്സ് പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുക്കും. അവർക്ക് ഓരോ സ്റ്റഡി സെൻറ്റർ പ്രൊവൈഡ് ചെയ്യും. ആ സ്റ്റഡി സെൻറ്റർ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും സ്റ്റഡി സെൻറ്റർ ഓറിയൻറ്റഡ് ആയിട്ടാണ് പിന്നെ അവർക്ക് ഫോൺ നമ്പർ കൊടുക്കുന്നത്. ആ ഫോൺ നമ്പറിലൂടെ അവർ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, അവരുടെ അസൈൻമെൻറ്റ് സബ്മിഷനുമായി ബന്ധപ്പെട്ട്, അവരുടെ പരീക്ഷ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അറിയുന്നതിന് വേണ്ടി അവർക്ക് കിട്ടിയിട്ടുള്ള നമ്പറിലേക്ക് അവർ വിളിച്ചാലോ, ഈ ഓഫീസിലിരിക്കുന്നവരൊക്കെ ബിസിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓഫീസുകൾ ഉണ്ടാവുമോ? അപ്പോൾ ഓഫീസ് സംവിധാനങ്ങൾ ഏതായാലും അറിയുക, ജനങ്ങളാണെല്ലാം, ജനങ്ങളാണ് അവകാശികൾ. അതുകൊണ്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരു ജോലിയാണ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഉടമകൾ ആരാണ്? ജനങ്ങളാണ്. നിങ്ങളാരാണ്? സെർവൻ്റാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരായ എല്ലാ ഓഫീസുകളിലെയും എല്ലാവരും അറിയുക, സേവനം എന്നത് ആരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരെയും ഓരോ സംവിധാനത്തിന് കീഴിലിരിക്കുന്ന ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ ദയവ് ചെയ്ത് എന്താണ് വിളിച്ചത്, എന്തറിയാൻ വേണ്ടിയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കോളൊന്ന് എടുക്കുവാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വിഷയം. സേവനമാരുടെയും ഔദാര്യമല്ല, അവകാശമാണ്. അത് എല്ലാവർക്കും കിട്ടുക തന്നെ വേണം. അത് എല്ലാവരുടെയും, ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തെന്നല്ല, ഏതൊരു രാജ്യത്ത് ജീവിക്കുന്നവരുടെയും നികുതി പണമാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക്, പ്രൊഫഷണൽ എന്ന രീതിയിൽ ഉള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം ഈ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് ലഭ്യമാകുക എന്ന ഒരു വീണ്ടും വിചാരം അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് എല്ലാ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ പൊതുസമക്ഷം സമർപ്പിക്കുന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു യുവർ സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.